ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ. ഒന്നുകൂടെ പറയാം, കുഞ്ഞുങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യണം, പരിഭാഷപ്പെടുത്തണം കേട്ടോ. സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ. എന്താ അതിൻ്റെ പരിഭാഷ മലയാളത്തിൽ? ചെറുതാണ്. തിരുമേനി തുടങ്ങാം. ചെറുതാണ് മനോഹരം. ഞാൻ എന്തിനാ ഇത് കോട്ട് ചെയ്തതെന്നറിയാമോ? എടവങ്കാട് സെൻറ്റ് മേരീസ് വലിയ പള്ളിയിൽ നിന്ന് 70ഓളം കുടുംബങ്ങൾ, കൊച്ചു കുടുംബങ്ങൾ, നമ്മൾ കൊച്ചാണ്, ചെറുതാണ്, ഒരുമിച്ച് വന്ന് നമ്മുടെ ഈ ഇരിക്കുന്ന പിതാക്കന്മാരുടെ പിതാക്കൻ, ആ കാലം അങ്ങനെ വേണം നമുക്ക് പറയാം. ആ വലിയ പിതാക്കന്മാരും മാതാക്കളും ഈ പുലിയൂർ ഭാഗത്ത് ആരാധനയ്ക്കായി, ഇവിടെ വിശുദ്ധ കുർബാന, ദൈവത്തിൻ്റെ അമ്മയുടെ പള്ളി, സഹദായുടെ പള്ളി ഇവിടെ ഉണ്ടാവണം. എന്തൊരു ജനക്കൂട്ടമാണ്! ചെറിയ പള്ളിയിൽ വലിയ ജനക്കൂട്ടം. ഞാൻ പരുമലയിൽ നിന്ന് അതിരാവിലെ വരുമ്പോൾ ബുധനൂർ മുതൽ അലങ്കാരമാണ്. അലങ്കരിച്ചത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ. അപ്പോൾ ചെറിയ പള്ളി, വി ക്യാൻ ഡു ഗ്രേറ്റ് തിങ്സ്. ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്താ? പുലിയൂർ ചെറിയ പള്ളിയിൽ നിന്ന് സെൻറ്റ് മേരീസ് ആൻഡ് സെൻറ്റ് ജോർജ് പള്ളി നിങ്ങളെയും എന്നെയും ഓർമ്മിപ്പിക്കുന്നു 70 വർഷത്തെ ചരിത്രം. സപ്തതി അല്ലേ? തിരുമേനി പറഞ്ഞത് ശരിയല്ലേ? സപ്തതി 70ൻ്റെ നിറവിലാണ്. നമ്മൾ വിനയപ്പെടണം, നമ്മൾ താഴ്മപ്പെടണം. തമ്പുരാൻ നമ്മെ ഉയർത്തി. നമ്മുടെ മാതാപിതാക്കൾ വിനയപ്പെടുകയും താഴ്മപ്പെടുകയും അനുദപിക്കുകയും ചെയ്ത മണ്ണാണ് ഈ ഭൂമിയിൽ. ഈ കൊച്ചു ദേവാലയം, ഈ ത്രോണോസ് ചെറുതെങ്കിലും എത്ര ശക്തമാണ്. തമ്പുരാൻ്റെ കൃപ ഇറങ്ങി ആവസിക്കും. നമ്മുടെ അപ്പച്ചനും അമ്മച്ചിയും അതാണ് ആഗ്രഹിച്ചത്. ഞങ്ങൾ ചെറിയവരാണ്, പക്ഷേ ഞാൻ പറയുന്നു 70 വർഷത്തെ ചരിത്രം പേരുന്ന അതേ പുലിയൂർ സെൻറ്റ് മേരീസ് ആൻഡ് സെൻറ്റ് ജോർജ് പള്ളി നിങ്ങൾ വലിയവരാണ്. സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ. ചെറുതാണ്, ചെറുത് മനോഹരം. അതിൻ്റെ ഉദാഹരണം കർത്താവ് പറഞ്ഞൊരു ഉപമയാണ്. കടുകുമണി. കുഞ്ഞുങ്ങൾ തിരുമേനിക്ക് ഉത്തരം തരണം കേട്ടോ. സൺഡേ സ്കൂളിൽ എന്താ പ്രവീൺ, സൺഡേ സ്കൂൾ പ്രവീൺ, സൺഡേ സ്കൂൾ പ്രതിഭ, പുലിയൂർ നമ്മുടെ രഞ്ജനച്ചൻ്റെ മക്കൾ അത് വാങ്ങുന്നവരാണ്. ചെങ്ങന്നൂർ ഭദ്രാസനത്തെ മാത്രമല്ല, പുലിയൂർ പള്ളിയും അഖില മലങ്കരയിൽ അറിയപ്പെടുന്ന ദേവാലയമാണ്. ഈ ചെറിയ മക്കൾ അവർ തമ്പുരാനാൽ വലിയവരാകും. കടുകുമണി. കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചേ, കടുകുമണി വീട്ടിലില്ലേ? ഉണ്ട്. തമ്പുരാൻ പറഞ്ഞതാണ്. ചെറുതാണ് മനോഹരം എന്നുള്ളത് തെളിയിക്കുകയാണ്. കടുകുമണി ഈ ഭൂമിയിലെ വിത്ത് തരങ്ങളിൽ ഏറ്റവും, ബാക്കി നിങ്ങൾ പറഞ്ഞ്, ചെറുത്. യേശു തമ്പുരാൻ പറഞ്ഞതാണ്. അത് നട്ടു, അത് പാകി, വിത്ത് പാകി, അത് മുളച്ചു, അത് വളർന്നു, അത് ശിഖരങ്ങൾ 4 വശത്തേക്കുമായി തെളിയിച്ചു, വലുതായി. കടുകുമണി വലിയ മരമായി. ആകാശത്തിലെ പക്ഷികൾ, യേശു തമ്പുരാൻ പറഞ്ഞതാണ്, പക്ഷികൾ അവിടെ വന്ന് ചേക്കേറുന്നു, കൂട് വയ്ക്കുന്നു. നോക്കൂ, കടുകുമണി വലുതാകും. പുലിയൂർ സെൻറ്റ് മേരീസ് ആൻഡ് സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയം ചെറുതെങ്കിലും മനോഹരമാണ്. ഇനി ഒരു വ്യക്തി, അതുകൂടി പറഞ്ഞ് തിരുമേനി എൻ്റെ പ്രസംഗം നിർത്താം. ഞാനോ കുറയണം, അവനോ വളരണം. അങ്ങനെ പറഞ്ഞ ആളിനെക്കുറിച്ച് യേശു തമ്പുരാൻ നല്ലൊരു സർട്ടിഫിക്കറ്റ് ജനത്തിൻ്റെ മധ്യേ യേശു തമ്പുരാൻ വിളിച്ചു പറഞ്ഞു. തിരുമേനി, ഈ ക്വസ്റ്റ്യൻ കുഞ്ഞുങ്ങളോടാണ് ചോദിക്കുന്നത്. ശ്രദ്ധിച്ചോ തിരുമേനിയുടെ മുഖത്ത്. അവനോ വളരെയണം, ഞാനോ കുറയണം. കുഞ്ഞുങ്ങളാ
ഡാഡി മമ്മിയും മാതാപിതാക്കൾ ഉത്തരം പറയരുത്, അവർ പറയും, നിങ്ങൾ കേട്ടു. അവനോ വളരണം, ഞാനോ എന്താവണം? കുറയണം, ചെറുതാണ്. ഐ ആം ദ ലീസ്റ്റ്, ചെറുതാകണം. ഇത് പറഞ്ഞതാരാ? മോനെ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, ഇങ്ങോട്ട് ശ്രദ്ധിച്ച്. അവനോ വളരണം, ഞാനോ കുറയണം. പറഞ്ഞതാരാ? കൈമുത്ത് കഴിഞ്ഞ് തിരുമേനി സമ്മാനം തരും. ആരും സഹായിക്കരുത്. അവനോ വളരണം, ഞാനോ കുറയണം. നിങ്ങൾ പുറകോട്ട് ടീച്ചേഴ്സ് വല്ലവരും സഹായിക്കുമോ എന്ന് നോക്കുന്നുണ്ട്. വേണ്ട, നിങ്ങൾക്ക് പറയാം, തിരുമേനി സഹായിക്കാം. ആരാ പറഞ്ഞത്? പക്ഷേ ഇതിനുത്തരം പറഞ്ഞു കഴിഞ്ഞ് പറയാമോ? ഉറക്കെ പറഞ്ഞു. അവനോ വളരണം, ഞാനോ കുറയണം. കേട്ടില്ല. ആരാന്ന്? ആരാ മോളെ? അങ്ങോട്ട് തിരുമേനി തന്നെ പറയട്ടെ. സമ്മാനം പ്രിയപ്പെട്ട നമ്മുടെ രഞ്ജനച്ഛനെ ഞാൻ കൊടുക്കും. അച്ഛനും ഇവിടെ ചുണ്ടനക്കി. ഉത്തരം ശരിയാണ്. അവനോ വളരണം, ഞാനോ കുറയണം. പുലിയൂർ പള്ളി സപ്തതിയിൽ സമർപ്പിക്കുക. അവൻ വളരട്ടെ. അപ്പച്ചനും അമ്മച്ചയും വളർത്തിയതാ. ഇത് ചെറുതാ, പക്ഷേ വളർന്നു. നിങ്ങൾ ഉത്തരം യോഹന്നാൻ സ്നാപകൻ. ആരാണ് യോഹന്നാൻ സ്നാപകൻ? അങ്ങനെ ഉത്തരം ആരെങ്കിലും പറഞ്ഞെങ്കിൽ കൈവക്കാം, സമ്മാനം തരും. അങ്ങനെ പറഞ്ഞെങ്കിൽ അവിടെ ഗായകസംഘത്തിലെ മോനാണ്. അത് നമ്മുടെ കുഞ്ഞുങ്ങളോടാണ് തിരുമേനി ചോദിച്ചത്. ശരി, അവനോ വളരെയാണ് നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയമാണ്. പ്രിയരെ, പരിശുദ്ധ ഗീവർഗീസ് സഹോദായുടെ ദീപ്തമായ രക്തസാക്ഷിത്വ പെരുന്നാളിന് കൊടിയേറുകയാണ്. അവൻ വളരട്ടെ. ആ കൊടി വിജയത്തിൻ്റെ കൊടിയാണ്, അവൻ്റെ കൊടിയാണ്. അവൻ വളരണം. ആരാ? അതുകൂടി നിങ്ങൾ ഉത്തരം പറയണം. അവൻ വളരണം, ഞാനോ കുറയണം. ഇത് പറഞ്ഞത് യോഹന്നാൻ സ്നാപകനാണെങ്കിൽ അവൻ വളരണം. ആര് വളരണം? യേശു. അത് നിങ്ങൾ ഉത്തരം പറഞ്ഞു. യേശു വളരണം. ഞാൻ പറയുന്നു, നമ്മുടെ പുലിയൂർ സെൻറ്റ് മേരീസ് സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയം, നിങ്ങൾ യു ആർ ഗ്രേറ്റ്. ശാരീരികമായ വളർച്ചയല്ല കുഞ്ഞുങ്ങളെ, യേശു വളരണം. ആ വളർച്ച ഇതിവിടെ ആത്മീയ സ്രോതസ്സുകൾ അപ്പച്ചനും അമ്മച്ചയും അന്നത്തെ വൈദികരും നട്ടു നനച്ചു വളർത്തി. കടുകുമണി ചെറുതെങ്കിലും അത് വലുതായി. ആകാശത്തിലെ പക്ഷികൾ അവിടെ വന്ന് ചേക്കേറി, അതേ കൂടുണ്ടാക്കി. അതെ, ആ കർത്താവ് പറഞ്ഞ ഉപമ ഞാൻ നമ്മുടെ പുലിയൂർ സെൻറ്റ് മേരീസ് സെൻറ്റ് ജോർജ് ഇടയ്ക്ക് നൽകുകയാണ്. യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് യേശു തമ്പുരാൻ അവസാനം ഇങ്ങനെ പറഞ്ഞു, അവൻ വളരണം, ഞാനോ കുറയണമെന്ന് അവൻ പറയാൻ കാര്യം, യേശു തമ്പുരാൻ യോഹന്നാനെക്കുറിച്ച് പറഞ്ഞു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചിട്ടുള്ളവരിൽ, ബാക്കി നിങ്ങൾ പറഞ്ഞ്, യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. നോക്കൂ, സ്ത്രീകളിൽ നിന്ന് ജനിച്ചിട്ടുള്ളവരിൽ തമ്പുരാൻ ദൈവപുത്രൻ യേശു തമ്പുരാൻ പുലിയൂർ ഇടവകയോടും നിങ്ങളോടും എന്നോടും പറയും, സ്ത്രീകളിൽ നിന്ന് ജനിച്ചിട്ടുള്ളവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. പക്ഷേ യോഹന്നാൻ തമ്പുരാൻ പറഞ്ഞ തമ്പുരാൻ 70ൻ്റെ നിറവിൽ പ്രിയപ്പെട്ട നമ്മുടെ വികാരി രഞ്ജനച്ഛൻ്റെ ആത്മീയ നേതൃത്വത്തിൽ ഈ വരുന്ന ദിവസങ്ങൾ, ഈ ഒരാഴ്ച മുഴുവൻ പെസബാബ തിരുമേനി വരെ വരും, അടുത്ത ഞായറാഴ്ച പുലിയൂർ ഇടവക വിനയപ്പെടണം. നിങ്ങൾ വിനയപ്പെടുന്നവരാണ്. അതുകൊണ്ടാണ് ബലഹീനായ എന്നെയും വിളിച്ചത്. നമുക്ക് ഒരുമിച്ച് തമ്പുരാൻ്റെ മുമ്പിൽ ഒന്നുമില്ലാത്തവരാകാം. തമ്പുരാൻ ഉയർത്തും. അതാണ് നിങ്ങളുടെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും
ജീവചരിത്രം അത് നിങ്ങളിലേക്ക് കൈമാറി. അതെ, നിങ്ങൾ നെഞ്ചത്ത് വിരൽ വെച്ച് പറയണം, എൻ്റെ അപ്പച്ചൻ, എൻ്റെ അമ്മച്ചി കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചു, ഈ സ്ഥലത്തൊരു ദേവാലയം ഉണ്ടാവണം. പരിശുദ്ധ അമ്മയുടെ, കന്യകമറിയ അമ്മയുടെ, ഗീവർഗീസാദാൻ വലിയ മധ്യസ്ഥത പേർന്ന അനേകർക്ക്, നമുക്ക് മാത്രമല്ല എത്രയോ ഹൈന്ദവ സഹോദരി സഹോദരന്മാർ, മുസ്ലിം സഹോദരി നമ്മുടെ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ഉത്തരം കിട്ടും. അവൻ വളർന്നിരിക്കുന്നു. യേശു വളരുന്ന ദേവാലയം. അതെ, നമുക്ക് ചെറിയവരാകാം. നമ്മളാരും ഒന്നും ആയിട്ടില്ല. വി ആർ നത്തിങ്. തമ്പുരാൻ പറഞ്ഞു, എപ്പാർട്ട് ഫ്രം മീ യു ക്യാൻ ഡു നത്തിങ്. എപ്പാർട്ട് ഫ്രം മീ യു ക്യാൻ ഡു നത്തിങ്. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. തമ്പുരാനെ മുറുകെ പിടിക്കുന്ന ഇടവകയാണ്. അതെ, പുലിയൂർ സെൻറ്റ് മേരീസ് സെൻറ്റ് ജോർജ് ഇടവക. 70 കുടുംബങ്ങളുടെ ശക്തി ശരീരത്തിൽ, കായബലമല്ല, പിന്നെയോ ആത്മീയ ശക്തി. അവൻ വളർന്നതുകൊണ്ടാണ്. അവൻ നിങ്ങളിലും എന്നിലും വളർന്നു. ബെസ്റ്റ് എക്സാമ്പിൾ യോഹന്നാൻ സ്നാപകൻ. യോഹന്നാൻ സ്നാപകൻ വലിയവനായത് യേശുവിൻ്റെ മുന്നോടിയായി, യേശുവിന് വഴിയൊരുക്കി, യേശു വരുവാൻ വഴിയൊരുക്കുന്ന ഇടമായി പുലിയൂർ സെൻറ്റ് മേരീസ് ആൻഡ് സെൻറ്റ് ജോർജ് ഇടവക തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.